പൊതുജനാഭിപ്രായം രൂപീകരിക്കണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി കൊല്ലം രൂപത കമ്മിറ്റി. അതേസമയം കഴിഞ്ഞ സർക്കാർ അബ്കാരി മേഖലയിൽ ഏകപക്ഷീയമായി നടപ്പിലാക്കിയ എല്ലാ ജനവിരുദ്ധ തീരുമാനങ്ങളും നിരുപാധികളും റദ്ദു ചെയ്യണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. പുതിയ മദ്യനയ പ്രഖ്യാപനത്തിന് മുൻപ് ലഹരിവിരുദ്ധ പ്രസ്ഥാനങ്ങളും സാമൂഹ്യരംഗത്തെ വിദഗ്ധരും മറ്റുമായി ചർച്ച ചെയ്ത് പൊതുജനാഭിപ്രായം രൂപീകരിക്കണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി കൊല്ലം രൂപത കമ്മിറ്റി ആവശ്യപ്പെട്ടു. മദ്യനയം കൂടുതൽ സുതാര്യവും ജനപക്ഷവുമാക്കാൻ ഇത്തരത്തിലുള്ള സംവാദങ്ങൾ അനിവാര്യമാണെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ സർക്കാർ അബ്കാരി മേഖലയിൽ ഏകപക്ഷീയമായി നടപ്പിലാക്കിയ എല്ലാ ജനവിരുദ്ധ തീരുമാനങ്ങളും നിരുപാധികം റദ്ദു ചെയ്യണമെന്നും യോഗം ആവശ്യപ്പെട്ടു. എലുപ്പുള്ളിയിലെ സ്വകാര്യ മദ്യനിർമ്മാണ യൂണിറ്റ് ബാറുകളുടെ ദൂരപരിധി കുറച്ചതും സമയപരിധി കൂട്ടിയതും പ്രാദേശിക മദ്യനിയന്ത്രണത്തിനുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം റദ്ദാക്കൽ, അന്താരാഷ്ട്ര കുത്തക മദ്യ കമ്പനികൾക്ക് നിയമവിരുദ്ധമായി നൽകിയ നികുതി ഇളവ്, IT പാർക്കിലെ മദ്യശാലകൾ എന്നിവ അടിയന്തരമായി പുനഃപരിശോധിക്കണം. ജനക്ഷേമവും സാമൂഹിക സുരക്ഷയും ഉറപ്പുവരുത്തുന്ന പുതിയ അബ്കാരി നയം ആവിഷ്കരിക്കുവാനുള്ള ക്രിയാത്മക സമീപനവും നടപടികളും സ്വീകരിക്കണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ ലഹരിവിരുദ്ധ മുന്നേറ്റമായ ഓപ്പറേഷൻ തൂഫാനിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രൂപതയിലെ വിദ്യാലയങ്ങളിൽ ലഹരിവിരുദ്ധ വിദ്യാർത്ഥി സദസ്സുകൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. സമിതി രൂപത പ്രസിഡന്റ് യോഹന്നാൻ ആന്റണി അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഫാദർ ബിനു തോമസ്, ജനറൽ സെക്രട്ടറി AJD ക്രൂസ്, സുരേഷ് റിച്ചാർഡ്, അഡ്വക്കേറ്റ് E. എമേഴ്സൺ, MF ബർഗ്ലീൻ, B. സെബാസ്റ്റ്യൻ, ബിനു മുദാക്കര, സന്തോഷ് സേവ്യർ എന്നിവരും പ്രസംഗിച്ചു. ഷെഖൈന ന്യൂസ്, കൊല്ലം.